ഖബറിൽ ഇരുട്ടാണ്. ഖബറിൽ ഇരുട്ടാണ്. കാരണം ഭൂമിക്കടിയിൽ നമ്മെ വെച്ചിട്ട് സ്ലാബിട്ട് മണ്ണിട്ട് മൂടിയാൽ അവിടേക്ക് വെളിച്ചം എങ്ങനെയാണ് എത്തുക? ഖബറിൽ ഇരുട്ടാണ്, ബേസിക്കലി ഇരുട്ടാണ്. പക്ഷേ ഖബറിൽ പ്രകാശം വേണം. അള്ളാഹു പ്രകാശം നിറയ്ക്കുമെന്ന് സ്വഹീഹായ ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മദ്ദൽ ബസർ, കണ്ണെത്താവുന്ന ദൂരത്തോളം പ്രകാശം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറിനെ നിറയ്ക്കുന്നതാണ്. വെളിച്ചമുണ്ടാകും ഖബറിൽ. അതേപോലെ തന്നെ മഹ്ശറിൽ ഇരുട്ടായിരിക്കും. ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്ന ലോകമാണ് മഹ്ശർ. കാരണം എന്താണ്? പ്രകാശം നൽകുന്നതെല്ലാം കൊഴിഞ്ഞു വീഴുന്നതാണ്. ഇദ ശംസു കുവ്വിറത് വ ഇദ നുജൂമു കദറത്. സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ കൊഴിഞ്ഞു വീഴുന്നതാണ്. അതിനൊക്കെ ഗ്രഹണം ബാധിക്കുന്നതാണ്. ഗ്രഹണം ബാധിച്ചാൽ എങ്ങനെയാണ് വെളിച്ചം ഉണ്ടാവുക? വെളിച്ചമുണ്ടാവില്ല. നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീണാൽ എങ്ങനെയാണ് വെളിച്ചം ഉണ്ടാവുക? വെളിച്ചമുണ്ടാവില്ല. സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുമെന്ന് സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് വെളിച്ചം ഉണ്ടാവുക? പക്ഷേ അവിടെയും നമുക്ക് വെളിച്ചം വേണം. ഈ വെളിച്ചത്തിന് വേണ്ടി ദുആ ചെയ്യൂ. അതാണ് വിജയം. സൂറത്തു തഹ്രീമിലെ 8-ാമത്തെ ആയത്തിൽ കാണാം, വിശ്വാസികൾ ഖിയാമത്ത് നാളിൽ പ്രാർത്ഥിക്കും. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം. ഖിയാമത്ത് നാളിൽ വിശ്വാസികളുടെ മുന്നിലൂടെയും വലതുവശത്തിലൂടെയും അവരുടെ പ്രകാശം സഞ്ചരിക്കുന്നതാണ്. അന്നവർ ദുആ ചെയ്യും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അത്മിം ലനാ നൂറന, ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകണമേ. വഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് റബ്ബേ. ഈ ദുആ നമ്മൾ നടത്തണം. സൂറത്തു തഹ്രീം 8. അവിടെ റഹ്മാനായ റബ്ബിനോട് പറയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അത്മിം ലനാ നൂറന, ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകണമേ. അത് ഈ ലോകത്ത് വെച്ച് നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുമ്പോൾ ഹിദായത്താകുന്ന നൂറ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരും. ഇൽമ്, ഈമാൻ ഒക്കെ വർദ്ധിപ്പിച്ചു തരും. അതാണ് നൂറിൻ്റെ ഇത്മാം എന്ന് പറഞ്ഞാൽ ഹിദായത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് ഇൽമും അമലും വർദ്ധിപ്പിച്ചു തരും. ഇഖ്ലാസും ഈമാനും വർദ്ധിപ്പിച്ചു തരും. അത് ഖബറിൽ നമുക്ക് പ്രകാശമായി തീരും. അത് മഹ്ശറിലും നമുക്ക് പ്രകാശമായി തീരും. അത് സിറാത്തിലും പ്രകാശമായി തീരും.